നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുക. അങ്ങനെ സംഭവിച്ചാൽ ആ വ്യക്തിക്ക് 5 കാര്യങ്ങൾ അതിനെ തുടർന്നുണ്ടാകും. 1, അന്നത്തെ നോമ്പ് റമദാനിന്റെ പകലിൽ ഭാര്യ-ഭർത്തൃ ബന്ധത്തിലൂടെ അയാളുടെ നോമ്പ് നിഷ്ഫലമാകും. 2, അയാൾ ശേഷിക്കുന്ന സൂര്യാസ്തമനം വരെ നോമ്പ് നഷ്ടപ്പെട്ടുവെങ്കിലും നോമ്പ് കാരന്റെ പോലെ തുടരണം. പിന്നെ വെള്ളം കുടിക്കുവാനോ ഭക്ഷിക്കുവാനോ അയാൾക്ക് പാടുള്ളതല്ല. 3, അയാൾ ആ നഷ്ടപ്പെട്ട അന്നത്തെ ദിവസത്തിന് പകരമായി റമദാനിന് ശേഷം ഒരു ദിനം അള്ളാഹു കിട്ടേണ്ടതുണ്ട്. 4, അയാൾ ആത്മാർത്ഥമായി തൗബ ചെയ്യണം, പശ്ചാത്തപിക്കണം. വൻ കുറ്റമാണത്, വലിയ ദോഷമാണ്. 5, ഈ ഒരു തെറ്റിൽ ഏർപ്പെട്ടതുകൊണ്ട് അയാൾ കഫാറത്ത് കൊടുക്കണം, പ്രായശ്ചിത്തം വേണം. ആ പ്രായശ്ചിത്തം പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് ഒരു അടിമയെ മോചിപ്പിക്കുകയോ അതിന് സാധ്യമല്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ സാധ്യമല്ല. പിന്നെ 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കണമെന്നാണ് കൽപ്പന. അതിനും സാധിക്കാത്ത ആളുകൾക്ക് 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ് പ്രായശ്ചിത്തം.